ഒരു കാലത്ത് ഈ സ്ഥലത്തെ പ്രധാന പയ്യൻസ്, കമ്മീഷണർ, പിന്നീട് ഭരത് ചന്ദ്രൻ IPS ഇങ്ങനെയുള്ള സിനിമകളിൽ ആക്ഷൻ ഹീറോ ആയിട്ട് വന്ന് കാശ് കീശ് എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും ഡയലോഗുകൾ പൂശി നാട്ടുകാരെ ത്രസിപ്പിക്കുകയും രസിപ്പിക്കുകയും കൈയടിപ്പിക്കുകയും ചെയ്ത ഒരു നടനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സുരേഷ് ഗോപി എന്നാണ്. നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം പ്രഗത്ഭനായ ഒരു നടനാണ്. അദ്ദേഹത്തിന് ഭാരത അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ആദ്യം കരുണാകരൻ്റെ ഒരു ആരാധകനും കോൺഗ്രസിൻ്റെ ഒരു പിന്തുണക്കാരനുമായിരുന്നു. ഒരു സമയത്ത് ഇദ്ദേഹം കൊല്ലത്ത് നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിക്കും എന്നൊക്കെ കേട്ടു. പക്ഷേ പാർട്ടി കോൺഗ്രസ് ആണല്ലോ. കാര്യത്തോട് അടുത്തപ്പോൾ അവർ അദ്ദേഹത്തെ താഴ്ന്നു. മാത്രമല്ല കരുണാകരൻ സാറ് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതാപമൊക്കെ പോയി. പല്ല് കൊഴിഞ്ഞ കടുവയുടെ അല്ലെങ്കിൽ സിംഹത്തിൻ്റെ അവസ്ഥയിലായി. അതിനുശേഷം ഇദ്ദേഹം VS അച്യുതാനന്ദൻ്റെ ഒരു ആരാധകനായിട്ടാണ് പിന്നീട് അറിയപ്പെട്ടത്. അതും കഴിഞ്ഞ് പുള്ളി നരേന്ദ്രമോദിയുമായിട്ട് നേരിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചു. കേരളത്തിലെ BJPക്കാർക്ക് സുരേഷ് ഗോപിയെ കണ്ടുകൂടാ, പണ്ട് കണ്ടുകൂടാ, ഇപ്പോഴും കണ്ടുകൂടാ. മറിച്ച് നരേന്ദ്രമോദി, അമിത്ഷാ എന്ന് പറഞ്ഞ രണ്ടുപേരുടെ ഹൃദയം കവരുകയും അവർ ഇദ്ദേഹത്തെ ഒരു രാജ്യസഭാംഗമായിട്ട് നോമിനേറ്റ് ചെയ്തു. 12 അംഗങ്ങളെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാനൊരു വ്യവസ്ഥയുണ്ട്. അതും പ്രകാരം ഇദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തു. അതിന് ശേഷമാണ് അദ്ദേഹം BJPയിൽ മെമ്പർഷിപ്പ് എടുത്തത്. അല്ല, അത് എന്താണ് കുട്ടിക്കാലം തൊട്ട് ഈ ശാഖയിൽ പോയി കബഡി കളിച്ച് അല്ലെങ്കിൽ ദണ്ഡ കറക്കി സ്വയം സേവകനായ ആളല്ല. പുള്ളിക്ക് ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘമായിട്ട് ഒരു ബന്ധവും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകാനും ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ഇദ്ദേഹം വളരെ എളുപ്പത്തിൽ BJPക്കാരനാവുകയും പിന്നീട് തൃശ്ശൂരിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുകയും തോൽക്കുകയും അതിനുശേഷം നിയമസഭയിലേക്ക് മത്സരിക്കുകയും വീണ്ടും തോൽക്കുകയും അതിനുശേഷം കരുവന്നൂർ പ്രശ്നം ഉയർത്തിക്കൊണ്ട് പദയാത്ര നടത്തുകയും അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം ഗുരുവായൂർ വെച്ച് വലിയ ആഘോഷമായിട്ട് നടത്തുകയും അതിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുകയും അങ്ങനെ ഒരു വലിയ അന്തരീക്ഷം ഉണ്ടാക്കി. ഇദ്ദേഹം ജയിച്ച് കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയാവും എന്നൊരു പ്രചരണം വ്യാപകമായിട്ട് ഉണ്ടായി. തൃശ്ശൂരിലെ എല്ലാ ഭിത്തിയിലും നമുക്ക് കാണാം തൃശ്ശൂരിന് കേന്ദ്രമന്ത്രി. ഒന്നാലോചിക്കുക, തൃശ്ശൂരിൽ നിന്ന് ജയിച്ച ഒരാൾ ഇന്നുവരെ കേന്ദ്രമന്ത്രി ആയിരുന്നില്ല. ഇദ്ദേഹമായിരിക്കും നമ്മുടെ ആദ്യത്തെ കേന്ദ്രമന്ത്രി എന്ന് ജനങ്ങൾ വിശ്വസിച്ചു. അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു. ജാതി മത പാർട്ടി ഭേദമന്യേ തൃശ്ശൂർക്കാരുടെ ഹൃദയം കവർന്ന അദ്ദേഹം പാർലമെൻറ്റിലേക്ക് ജയിച്ചു. ആദ്യമായിട്ട് കേരളത്തിൽ ഒരു താമര വിരിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ താമര വിരിയിച്ച് ഇദ്ദേഹം പാർലമെൻറ്റിലേക്ക് ചെല്ലുന്ന വഴിക്ക് പാർലമെൻറ്റ് അംഗമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കി. കേന്ദ്രത്തിൽ അദ്ദേഹത്തിന് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കിട്ടും എന്ന് ഇവിടുത്തെ ചില മാധ്യമങ്ങളൊക്കെ അടിച്ചു വിട്ടു. പക്ഷേ ഈ ക്യാബിനറ്റ് മന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്തമുള്ള ജോലിയാണ്. അതിന് വലിയ രാഷ്ട്രീയ പരിജ്ഞാനം വേണം. അപ്പോൾ നമ്മൾ കേന്ദ്രത്തിലെ ക്യാബിനറ്റ് മന്ത്രിമാരുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ മനസ്സിലാവും എങ്ങനെയുള്ള ആളുകളാണ് അവിടെ ക്യാബിനറ്റ് മന്ത്രിയാവുന്നത്. ഇദ്ദേഹത്തിനൊരു സഹമന്ത്രിസ്ഥാനം കൊടുത്തപ്പോൾ അദ്ദേഹം അത് സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നു എന്ന വാർത്തയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ നിർബന്ധിച്ച് സഹമന്ത്രിയാക്കി അദ്ദേഹം ചുമതലയേറ്റു. അതുവരെയൊക്കെ വൃത്തിയായിട്ട് നടന്നു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചു, ഞാൻ അടിസ്ഥാനപരമായിട്ട് സിനിമാ നടനാണ്, എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ അവസരം തരണം, ഞാൻ സിനിമാഭിനയം കഴിഞ്ഞ് വേറെ സമയമുണ്ടെങ്കിൽ മന്ത്രിയുടെ ജോലി ചെയ്യും. ഇങ്ങനൊരു സംഭവം ഇന്ത്യ റിപ്പബ്ലിക്കായതിനു ശേഷം ഒരിക്കലും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. MGRനെ പോലെ NT രാമറാവുവിനെ പോലെ മുഴുവൻ സമയ സിനിമാ നടന്മാരായിരുന്ന ആളുകൾ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റപ്പോൾ അഭിനയം നിർത്തി. നമ്മുടെ വിജയകാന്ത് ഒരു ഉദാഹരണമാണ്. അല്ലെങ്കിൽ ചിരഞ്ജീവി മറ്റൊരു ഉദാഹരണമാണ്. മന്ത്രിസ്ഥാനത്തിരുന്നുകൊണ്ട് ഒരാളും ഒരിക്കലും സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ടില്ല. സിനിമയിൽ അഭിനയം എന്ന് പറഞ്ഞാൽ അതിൽ ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വേറെയാണ്. അങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ പോയ ചരിത്രവും ഇല്ല. അതിന് സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ തുടർന്ന് സിനിമയിൽ അഭിനയിക്കുക, മെമ്പർ ഓഫ് പാർലമെൻറ്റായിട്ട് തുടരുക, സമയം പോലെ പാർലമെൻറ്റിൽ അഭിനയിക്കുക, ബാക്കി സമയത്ത് സിനിമയിൽ അഭിനയിക്കുക, സിനിമയിൽ അഭിനയിച്ച് ബാക്കി സമയത്ത് പാർലമെൻറ്റിൽ അഭിനയിക്കുക. നമ്മുടെ ഇന്നസെൻ്റ് അങ്ങനെയാണ്. ഞങ്ങളുടെ ചാലക്കുടി MP ആയിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം സിനിമയിൽ അല്ലെങ്കിൽ സീരിയലിൽ അല്ലെങ്കിൽ പരസ്യത്തിൽ ഒന്നും അഭിനയിക്കുകയില്ലാത്ത സമയത്ത് രാഷ്ട്രീയത്തിൽ അഭിനയിക്കും. പിന്നെ പുള്ളിക്ക് രാഷ്ട്രീയം അത്ര വശമില്ലാത്തതുകൊണ്ട് വല്ല മീറ്റിങ്ങുകൾക്കൊക്കെ വരും, വന്ന് ചില തമാശകളൊക്കെ പറയും, വിളക്ക് കത്തിക്കും അല്ലെങ്കിൽ നാടൻ മുറിക്കും. അപ്പോൾ പിന്നെ കണ്ണട്ടാ എന്ന് പറഞ്ഞ് പോവുകയും ചെയ്യും. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അത്ര പ്രതീക്ഷിച്ചിട്ടുള്ളൂ ഇന്നസെൻറ്റിൽ. സുരേഷ് ഗോപി അങ്ങനെയല്ല. അദ്ദേഹം ഉത്തരവാദിത്തമുള്ളൊരു കേന്ദ്രമന്ത്രിയാണ്. കേന്ദ്രമന്ത്രി അതിന് ശേഷം പുള്ളി പറഞ്ഞു, ഞാൻ ഈ നാടൻ മുറിക്കാനോ കട ഉദ്ഘാടനം ചെയ്യാനൊക്കെ പോകണമെങ്കിൽ എൻ്റെ യൂഷ്വൽ റേറ്റ്, അത് MP-യുടെ റേറ്റല്ല, കേന്ദ്രമന്ത്രിയുടെ റേറ്റല്ല, അവർക്കൊന്നും റേറ്റില്ല, ഈ സിനിമാ നടൻ്റെ റേറ്റ് തരണം, എന്നാലും മുതലാവും. സംഗതി അദ്ദേഹം പറയുന്നത് ശരിയാണ്. പുള്ളി വലിയ ചിലവുള്ള ആളാണ്. സിനിമാ നടന്മാർക്ക് നമ്മുടെ പോലത്തെ ചിലവല്ല. അപ്പോൾ ഈ ചിലവ് നിയന്ത്രിക്കാനായിട്ട് വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് വരവ് വർദ്ധിപ്പിക്കാൻ മാർഗ്ഗമുള്ളൂ. പക്ഷേ കേന്ദ്രമന്ത്രിയുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് കാറിൽ കയറി യാത്ര ചെയ്യുമ്പോൾ ഇത് സാധിക്കുകയുമില്ല.
ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹത്തിന് സ്ഥലജല വിഭ്രാന്തി ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. പുള്ളിക്ക് സ്ഥലം ഏതാണ്, ജലം ഏതാണ്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് യാതൊരു ധാരണയുമില്ല. അതുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് മാപ്പറകളുടെ അടുത്ത് കോപിക്കും. ചിലപ്പോൾ അവരെ കഴുത്തെ പിടിച്ച് തള്ളും. പുള്ളിയുടെ വിചാരം പുള്ളി ഭരത്ചന്ദ്രൻ IPS ആയിട്ട് അഭിനയിക്കുക എന്നാണ്. അല്ല, പുള്ളി കേന്ദ്രമന്ത്രിയുടെ റോളിലാണ് അഭിനയിക്കുന്നത്. ഇത് കേന്ദ്രമന്ത്രിയാണോ അതോ മെമ്പർ ഓഫ് പാർലമെൻ്റ് ആണോ, പുള്ളി സിനിമാ നടനാണോ, അതോ വെറും കൊല്ലത്തുകാരൻ സുരേഷ് ഗോപിയാണോ എന്ന് പുള്ളിക്ക് അറിയില്ല. അപ്പോൾ ഇത് ആരെങ്കിലും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പുറത്ത് വലിയ വിവാദം ഉണ്ടായി കഴിഞ്ഞപ്പോൾ പുള്ളി മുകേഷിനെ സപ്പോർട്ട് ചെയ്തു. പുള്ളി വിചാരിക്കുന്നത് പുള്ളി ഇപ്പോഴും സിനിമാ നടനാണ്, മലയാളത്തിലെ ആക്ഷൻ ഹീറോയാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ മുകേഷ് ഒരു കേസിൽപ്പെട്ടപ്പോൾ മുകേഷിനെ സഹായിക്കേണ്ടത്, മുകേഷിനെ സപ്പോർട്ട് ചെയ്യേണ്ടത്, ധാർമ്മികമായ ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ടെന്നാണ്. അങ്ങനെയല്ല, മുകേഷ് ഇപ്പോൾ ആരോപണം വിധേയനായി ചീമോട്ട കൊണ്ടുള്ള എപ്പം കിട്ടും എന്ന് സംശയിച്ച് വിഷമിച്ച് വിഷാദിച്ച് ഉണ്ടപിഴിഞ്ഞ പോലെ, ഏതുപോലെയെന്ന് വെച്ചാൽ നമ്മുടെ ഗോഡ് ഫാദറിൽ ഇദ്ദേഹം അഭിനയിച്ച റോളിലെ ആ ഒരു ചമ്മിയ സീനിൽ പുള്ളിപ്പം നിൽക്കുകയാണ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ആ സിനിമയിൽ പുള്ളിയുടെ കൂട്ടുകാരനായിരുന്നത് ജഗദീഷിന് പോലും സഹായിക്കുന്നില്ല. മിക്കവാറും സിനിമകളിൽ പണ്ട് ഈ മുകേഷിൻ്റെ ഒരു ബോൺ കമ്പാനിയനായിട്ട് അഭിനയിച്ചിരുന്നത് ജഗദീഷാണ്. പക്ഷേ ജഗദീഷിന് മനസ്സിലാവുന്നുണ്ട് ഇത് തമാശ സിനിമയല്ല, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്, ഇവിടെ തമാശ പറഞ്ഞ ആൾക്കാർ കാരണക്കുറ്റിക്കിട്ട് അടിക്കും എന്നുള്ളത്. പക്ഷേ സുരേഷ് ഗോപിക്ക് മനസ്സിലായിട്ടില്ല. സുരേഷ് ഗോപി ഇപ്പോഴും വിചാരിക്കുന്നത് ഇവർ രണ്ടുപേരും സിനിമാ നടന്മാരാണ്, രണ്ടുപേരും സുഹൃത്തുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു പ്രശ്നത്തിൽ പെടുമ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യേണ്ട ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്, രാഷ്ട്രീയ ഉത്തരവാദിത്വമുണ്ടെന്നുണ്ട്. സത്യത്തിലില്ല. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്, BJPയുടെ പ്രതിനിധിയാണ്. അദ്ദേഹം മുകേഷിനെ സപ്പോർട്ട് ചെയ്യല്ല ഞാൻ. അതുകൊണ്ടാണ് സുരേന്ദ്രൻ ഇദ്ദേഹത്തെ തിരുത്തേണ്ട വന്നത്. സുരേന്ദ്രൻ അല്ലെങ്കിലും സുരേഷ് ഗോപിയെ കണ്ടുകൂടാന്നുള്ള വേറെ കാര്യം. എങ്കിൽ പോലും ഇങ്ങനെ സ്ഥലജല വിഭ്രാന്തി ബാധിച്ച ഏതുപോലെന്ന് വെച്ചാൽ ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോയ ദുര്യോധനൻ ഏതാണ് സ്ഥലം ഏതാണ് ജലം എന്നറിയാൻ പാടില്ല. ഈ വെള്ളമുള്ള സ്ഥലത്ത് വരുമ്പോൾ മുണ്ടിൻ്റെ മടക്കിക്കുത്ത് അഴിച്ചിട്ട് നടന്ന് മുണ്ട് നനയുകയും, അതല്ല വെള്ളമില്ലാത്ത സ്ഥലത്ത് വരുമ്പോൾ ഇത് കരയാണെന്ന് വിചാരിച്ച് പുള്ളി മുണ്ട് മടക്കി കുത്തിക്കൊണ്ട്, വെള്ളമുള്ള സ്ഥലത്ത് വരുമ്പോൾ ഇല്ലാത്ത സ്ഥലത്ത് വരുമ്പോൾ മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് നടക്കുകയൊക്കെ ചെയ്തു എന്നൊരു ചരിത്രമുണ്ട്. ആ അവസ്ഥയിൽ ഇദ്ദേഹം എത്തിയിരിക്കുകയാണ്. ഇദ്ദേഹത്തെ കാര്യങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഏത് നിലയ്ക്കും നന്നായിരിക്കും. പിന്നെ പുള്ളിയെ പരിഹസിക്കുന്ന ആളുകൾക്ക് ഇത് വലിയൊരു അവസരമായിട്ട് അവർ ഇദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അതിൽ വേറൊരു പ്രശ്നമുണ്ട്. ഇയാളെ പരിഹസിക്കുന്നവരും വേറൊരു കുഴപ്പമുണ്ടാകുന്ന വെച്ചാൽ ആളുകൾക്ക് പുള്ളിയോടുള്ള ഈ ബഹുമാനം, പുള്ളിയോടുള്ള ആദരവ്, പുള്ളിയോടുള്ള എന്താണ് ഈ ആരാധന ഇത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതാണെങ്കിൽ ഈ മാധ്യമപ്രവർത്തകർക്ക് അല്ലെങ്കിൽ നമ്മുടെ മീഡിയ വൺ ചാനലുകാർക്ക് ഇതുവരെ മനസ്സിലാവാത്ത കാര്യം, പുള്ളി പോണ വഴിക്ക് പോവുക, വിട്ടുകളയാന്നുള്ളതാണ് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം. പക്ഷേ ഇവരത് ചെയ്യില്ല. അവർ പുറകെ നടന്ന് പുള്ളിയെ പരിഹസിക്കുകയും ട്രോളുകയും ഒക്കെ ചെയ്യും. ഇതുകൊണ്ട് രണ്ട് പ്രശ്നമുണ്ട്. ഒന്നാമത് എത്ര ട്രോൾ ചെയ്യാലും പുള്ളിക്ക് മനസ്സിലാവില്ല, പുള്ളി നിലപാട് മാറ്റുകയുമില്ല. മറിച്ച് ഇയാളെ ട്രോളും തോറും പുള്ളിയുടെ ജനപ്രീതി വർദ്ധിക്കും. ഇതാണ് പ്രശ്നം. അപ്പോൾ ഏതായാലും മാധ്യമങ്ങൾ അവരുടെ ജോലി ചെയ്യട്ടെ, സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യട്ടെ. ആരെങ്കിലും സമയം പോലെ പുള്ളിക്ക് കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കുമെന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. ഞാൻ ഈ പണ്ട് സുരേഷ് ഗോപിയുടെ സിനിമകൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ്. കമ്മീഷൻ എന്ന് പറഞ്ഞ സിനിമ 3 പ്രാവശ്യം 4 പ്രാവശ്യമായിട്ട് കണ്ടിട്ടുണ്ട്. മറ്റ് സിനിമകളൊക്കെ 1 അല്ലെങ്കിൽ 1.5 പ്രാവശ്യമൊക്കെ കണ്ടിട്ടുണ്ട്. ഭരത്ചന്ദ്രൻ IPS 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു നല്ല സിനിമ എന്ന് പറഞ്ഞാൽ കളിയാട്ടമായിരുന്നു, അതും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പഴയ സിനിമ ആസ്വാദകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് സുരേഷ് ഗോപിയോട് പറയാനുള്ളത്, താങ്കളിപ്പോൾ സിനിമയിൽ അഭിനയിക്കുകയല്ല, താങ്കളിപ്പോൾ രാഷ്ട്രീയത്തിൽ അഭിനയിക്കുകയാണ്. ആ ഓർമ്മയുണ്ടാണ്. ആ ഓർമ്മയില്ലാതെ ഈ സ്ഥലജല വിഭ്രാന്തിയുമായിട്ട് മുന്നോട്ട് പോയാൽ അതിൻ്റെ പ്രത്യാഘാതം കുറച്ച് കടുത്തതായിരിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.